ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി കട്ട്ലേറ്റ്. അതിനായി നമുക്ക് ആദ്യമേ ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. ഇതിനായി ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കിനിയും പാനിലോട്ടിട്ട് ചൂടാക്കാം. ഇതൊരു ക്രിസ്പി ആവുന്നിടം വരെ ചൂടാക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് ഒരു ക്രിസ്പി ആവുന്ന പരുവം വരെ ചൂടാക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിരിക്കുന്നു. അത് മാറ്റി വെക്കാം. അതിനുശേഷം കട്ട്ലേറ്റിന് ആവശ്യമായ പൊട്ടറ്റോയും എഗ്ഗും നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിനി കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിനായി പാൻ ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളറ് മാറിക്കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞതും കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 2 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി കാരമലൈസ് ചെയ്ത് എടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് എരിവിനാവശ്യമായ രീതിയിൽ ചേർത്ത് കൊടുക്കാം. എല്ലാ മസാലയും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമുക്കിനി ഇതിലേക്ക് പൊട്ടാറ്റോ മാഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് നമ്മൾ ആദ്യമേ തയ്യാറാക്കിയത്, പിന്നീട് മസാല, പിന്നെ ഒരു മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം. പിന്നീട് നമുക്ക് എത്രയാണോ നമുക്ക് കട്ട്ലേറ്റ് വേണ്ടത് ആ കട്ട്ലേറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് 2 രീതിയിൽ റോൾ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് മസാല ആദ്യം ഒന്ന് കയ്യിലെടുത്തിട്ട് പിന്നീട് ഒരു എഗ്ഗ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മസാല റോൾ ചെയ്ത് നമുക്ക് എടുക്കാം. ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം മുട്ടയിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. നമ്മൾ ഈ റോൾ ചെയ്തത് പിന്നീട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമുക്കിത് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ചെറുതായിട്ട് ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ചെറുതായി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യൽ, ചെറുതായി ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കുക 2 സൈഡും. പിന്നീട് നമുക്കിത് വേറൊരു രീതിയിലും റോൾ ചെയ്യാം. അതായത് പുഴുങ്ങിയ മുട്ട നന്നായി കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക. പിന്നീട് മസാല നമ്മൾ തയ്യാറാക്കിയ മസാലയിലേക്ക് ഇത് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് മുക്കി പിന്നീട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവൂ. കാരണം ഓൾറെഡി എഗ്ഗ് കുക്ക്ഡാണ്, അതോടൊപ്പം തന്നെ മസാലയും കുക്ക്ഡാണ്. ചെറുതായി ലൈറ്റ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായി ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി പുതിയ റെസിപ്പിയായി അടുത്തോട്ടം നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്